നമ്മുടെ ഇരിങ്ങാലക്കുട ആശുപത്രി ഈ നാടിൻ്റെ ഏറ്റവും വലിയ വികസന ആവശ്യങ്ങൾ സാക്ഷാത്കരിച്ചുകൊണ്ട് മുന്നേറുകയാണ്. ഈ തൊട്ടടുത്താണ് ഇരിങ്ങാലക്കുട ആശുപത്രിയിലെ ഡയാലിസിസ് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അവിടെ എത്തിച്ചേർന്നത്. ഇന്നിപ്പോൾ നമ്മുടെ ആശുപത്രി ഏറെ നാളുകളായി പ്രവർത്തനങ്ങൾ ആലോചിച്ചിരുന്നതും ഈ കാലഘട്ടത്തിൽ വളരെ വേഗം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിച്ചതുമായിട്ടുള്ള OP IP ഓപ്പറേഷൻ തിയേറ്റർ ബ്ലോക്ക് അത് പൂർത്തിയായിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി 8 കോടി രൂപയും അതോടൊപ്പം നബാർഡിൻ്റെ 12 കോടി രൂപയും അങ്ങനെ 20 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ പുതിയ ബ്ലോക്ക് സാധ്യമായിരിക്കുന്നത്. ആരോഗ്യവകുപ്പിൻ്റെ ആർദ്രം മിഷനിലൂടെ സംസ്ഥാനത്ത് ആശുപത്രികളിൽ ആരോഗ്യ കേന്ദ്രങ്ങളിൽ വിസ്മയകരമായിട്ടുള്ള മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇരിങ്ങാലക്കുടയിൽ തന്നെയാണെങ്കിൽ പഴയ നമ്മുടെ ആശുപത്രിയും ആശുപത്രിക്കുള്ളിലെ സൗകര്യങ്ങളും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇന്നത്തെ ഇരിങ്ങാലക്കുട ആശുപത്രി എത്ര വിസ്മയകരമായിട്ടുള്ള മാറ്റങ്ങളാണ് വികസനമാണ് സാധ്യമാക്കിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ആരോഗ്യ പഞ്ചായത്ത് തലത്തിലുള്ളവ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി നമ്മൾ മാറ്റി. ബ്ലോക്ക് തല കുടുംബാരോഗ്യ കേന്ദ്രമായി, താലൂക്ക് തലം മുതൽ സ്പെഷ്യാലിറ്റി ചികിത്സകൾ ലഭ്യമാക്കി, ജില്ലാതലത്തിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ ലഭ്യമാക്കി, മെഡിക്കൽ കോളേജുകൾ മികവിൻ്റെ കേന്ദ്രങ്ങളായി. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെ നോക്കിയാൽ നമ്മുടെ ഇരിങ്ങാലക്കുടയൊക്കെ ഉൾപ്പെടെ ഇരിങ്ങാലക്കുട ആശുപത്രി ഉൾപ്പെടെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. മെഡിക്കൽ കോളേജിൽ പുതിയ 2 ബ്ലോക്കുകളാണ് അതിവേഗം പൂർത്തിയായിക്കൊണ്ട് ഇരിക്കുന്നത്. ഈ പുതിയ ബ്ലോക്കിൽ OP IP ഓപ്പറേഷൻ തിയേറ്റർ ഇവയെല്ലാം സാധ്യമാക്കിയിട്ടുണ്ട്. ബേസ്മെൻറ്റ് ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോർ 1 മുതൽ 4 വരെയുള്ള നിലകൾ എന്നിങ്ങനെ 6 നിലകളിലായിട്ടാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഈ കെട്ടിടത്തിൻ്റെ ബേസ്മെൻറ്റ് ഫ്ലോറിൽ അത്യാഹിത വിഭാഗം, എമർജൻസി വിഭാഗം, ഗ്രൗണ്ട് ഫ്ലോറിൽ OP, ഫാർമസി, ലാബ് ഇവയെല്ലാം ക്രമീകരിക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 1-ാം നിലയിൽ വാർഡുകളാണ് 1-ാം ഘട്ടത്തിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. 2-ാം ഘട്ടത്തിലാണ് ഓപ്പറേഷൻ തിയേറ്റർ ബ്ലോക്ക് 2-ാം നിലയിലും ICU ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് 3-ാം നിലയിലുമായിട്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ജനറൽ ആശുപത്രി ആയതുകൊണ്ട് തന്നെ ജനറൽ ആശുപത്രിയിൽ ലഭ്യമാകേണ്ട സ്റ്റാൻഡർഡൈസേഷൻ അനുസരിച്ചിട്ടുള്ള ചികിത്സകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. നമ്മുടെ ബഹുമാനിയായിട്ടുള്ള യോഗാധ്യക്ഷ പ്രിയപ്പെട്ട ബിന്ദു ടീച്ചർ വലിയ നിലയിലുള്ള ഇടപെടലുകൾ ഈ ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടിയിട്ട് സാധ്യമാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും ടീച്ചറിൻ്റെ നല്ല നിലയിലുള്ള നേതൃത്വം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇരിങ്ങാലക്കുടയുടെ വികസനത്തിന് ഏറ്റവും വലിയ നെടുംതൂണായി നമ്മുടെ ആശുപത്രിയാണ് മാറിയിരിക്കുന്നത് എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് ടീച്ചറിൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു നേതൃത്വത്തിന് ഹൃദയപൂർവ്വമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഉദ്ഘാടനത്തിന് മുൻപും ഇരിങ്ങാലക്കുട ആശുപത്രിയിൽ ജനറൽ ആശുപത്രിയുടെ സന്ദർശനത്തിന് എത്തിയിരുന്നു. ബഹുമാന്യായ ടീച്ചറിൻ്റെ ആവശ്യപ്രകാരം കൂടിയാണ് ഞാൻ അന്ന് എത്തിയത്. നമ്മുടെ നിർമ്മാണത്തിലിരിക്കുന്ന അന്ന് ഈ ബ്ലോക്ക് ഉൾപ്പെടെയുള്ളവ അന്ന് സന്ദർശിച്ചതും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവലോകന യോഗങ്ങളൊക്കെ തൃശ്ശൂരിൽ ചേർന്നതും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. തീർച്ചയായിട്ടും ഈ പ്രദേശത്തെയും സമീപ പ്രദേശത്തെയും ആളുകൾക്ക് ഏറ്റവും പ്രയോജനപ്രദമാകുന്ന ഒരു ആശുപത്രിയായിട്ട് ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടി, നമ്മുടെ നിർണയ ലാബ് നെറ്റ്വർക്ക് നമ്മുടെ എല്ലാ ലാബുകളെയും സംസ്ഥാനത്തെ 1300 ലാബുകൾ ഹബ് ആൻഡ് സ്പോക്ക് മാതൃകയിൽ ജില്ലയിൽ ലാബുകളെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ചിലവേറിയ പരിശോധനകൾ ഏറ്റവും ചിലവ് കുറഞ്ഞ അല്ലെങ്കിൽ സൗജന്യമായി തന്നെ നമുക്ക് ഇവിടെ ലഭ്യമാകും. അതോടൊപ്പം ദൂരെ പോകാതെ നമ്മുടെ ആശുപത്രിയിൽ ഈ കാര്യങ്ങൾ ഈ പരിശോധനകൾ സാധ്യമാക്കാനായിട്ടും കഴിയും. ഈ അവസരത്തിൽ നമ്മുടെ വികസനം സാധ്യമാക്കുന്നതിനായി ഒപ്പം നിന്ന് പരിശ്രമിച്ച എല്ലാവരോടും സ്നേഹവും ആദരവും അറിയിച്ചുകൊണ്ട് ഔപചാരികമായി ടീച്ചറുടെ അനുവാദത്തോടെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രി പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് ഈ നാട്ടിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും പൊതു സമൂഹത്തിനായി സമർപ്പിക്കുന്നതായി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.